ഈ മൂക്കുത്തിയിട്ട പെൺകുട്ടികളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. മൂക്കുത്തിയെപ്പറ്റി പല കഥകളുണ്ട്. മൂക്കുത്തിയോടുള്ള സ്ത്രീകളുടെ ഇഷ്ടത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്നലകളിൽ അത് സ്വർണത്തിൽ തീർത്തതായിരുന്നെങ്കിൽ ഇന്നത് വെള്ളിയിലേക്കും ബ്ലാക്ക് മെറ്റലിലേക്കും കുടിയേറിക്കഴിഞ്ഞു. ഇഷ്ടമുള്ള ഡിസൈനിൽ, നിറത്തിൽ അത് ലഭ്യമാണ്. മൂക്കുത്തി സ്ത്രീയെ കൂടുതൽ സുന്ദരിയാക്കുന്നു. കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും മൂക്കുത്തി ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. മൂക്കുത്തി ധരിക്കാനുള്ള അവകാശവും സ്ത്രീകൾ സമരത്തിലൂടെ നേടിയെടുത്തതാണ്. ഈ മൂക്കുത്തിയുടെ ചരിത്രം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്ത്രീകൾ മൂക്കിലണിയുന്ന വളരെ ചെറിയൊരു ആഭരണമാണ് മൂക്കുത്തി. സാധാരണയായി ലോഹത്തിലോ കൊമ്പിലോ പണിയുന്ന ഈ ആഭരണം പുരാതന കാലം മുതലേ സ്ത്രീകളുടെ ഒരു പ്രധാന ആഭരണമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലെ പ്രാക്തന വിഭാഗക്കാരിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും സ്ത്രീകൾ പരമ്പരാഗതമായ രീതിയിൽ മൂക്കുകുത്തി വിവിധ തരം ആഭരണങ്ങൾ അണിയുന്നു. പാരമ്പര്യമല്ലാതെ ഫാഷനും മറ്റുമായി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മൂക്കുത്തികൾ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ശതമാനം പുരുഷന്മാരും ഇപ്പോൾ മൂക്കുത്തി ഒരു ട്രെൻഡായി അണിയുന്നുണ്ട്. ഭാരതത്തിലെ ചില നൃത്തരൂപങ്ങളിലും ചില പ്രാക്തന സംസ്കാരങ്ങളിലും ഇത്തരം മൂക്കുത്തി ഉപയോഗിച്ചിരുന്നു. ഫുലാനി വംശജരാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. 4000 വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകളിൽ മധ്യേഷ്യയിലാണ് ഈ സമ്പ്രദായം തുടങ്ങിയതെന്നും പിന്നീട് 1500 വർഷങ്ങളോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡ പ്രദേശത്തേക്ക് ജനങ്ങൾ കുടിയേറിയതോടെ മൂക്കുത്തി ഇന്ത്യയിലും പൂർവേഷ്യയിലും വ്യാപിച്ചു എന്ന് കാണുന്നു. മൂക്കുത്തിയെക്കുറിച്ച് ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 24-ാം അധ്യായം 22-ാം വാക്യത്തിൽ അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ ഭാവി വധുവിന് ഷാങ് നൽകിയതായി പറയുന്നു. പാരമ്പര്യമായി പ്രസവം എളുപ്പമാക്കാനായി മൂക്കിന്റെ ഇടതുവശത്തായിട്ടാണ് മൂക്കുത്തി അണിയുന്നത് എന്നും പറയപ്പെടുന്നു. സ്ത്രീത്വത്തിന്റെ പ്രതീകമായിട്ടാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ മൂക്കുത്തി പരാമർശിച്ചു കാണുന്നത്. സുശ്രുതൻ രചിച്ച ആയുർവേദ ഗ്രന്ഥമായ സുശ്രുത സംഹിതയിൽ മൂക്കുത്തിയെക്കുറിച്ച് പരാമർശമുണ്ട്. ദ്രാവിഡ സംസ്കാരത്തിൽ ഭൂമിദേവിയുടെ പ്രതീകമായ പാർവതിയോടുള്ള ആദരവായും മൂക്കുത്തിയെ കണക്കാക്കുന്നു. ദക്ഷിണേന്ത്യൻ വിവാഹവേളകളിൽ നവവധു കോക്ക എന്ന പേരുള്ള ആഭരണം ധരിക്കാറുണ്ട്. മൂക്കുത്തിയും അതിൽ നിന്ന് തുടങ്ങി തലയുടെ ഒരു വശത്തേക്ക് നീളുന്ന ഒരു ചെയിനും ഉൾപ്പെടുന്നതാണിത്. മരണാനന്തര ക്രിയയ്ക്കുള്ള ചിലവിനായി മൂക്കുത്തി ധരിക്കുന്നു എന്ന പാരമ്പര്യവും ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. 9-10 നൂറ്റാണ്ടുകളിൽ സ്ത്രീകളുടെ വൈവാഹിക ചിഹ്നമായിരുന്നു മൂക്കുത്തി. ഇതിനെ പല ഇന്ത്യൻ ഭാഷകളിലും നത്ത് എന്ന് അറിയപ്പെടുന്നു. സാമ്പത്തിക സ്ഥിതി സൂചിപ്പിക്കുന്നതിനും ഈ മൂക്കുത്തികൾ ധരിച്ചിരുന്നു. രാജ്ഞികൾ, മന്ത്രിപത്നിമാർ, ധനികരായ സ്ത്രീകൾ ഇവർ മുത്തുകൾ, പവിഴങ്ങൾ, രത്നക്കല്ലുകൾ എന്നിവ പതിച്ച മൂക്കുത്തി കല്ലുപയോഗിച്ചു. എന്നാൽ മറ്റുള്ളവർ വെള്ളി കൊണ്ടുണ്ടാക്കിയ മൂക്കുത്തിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. 15-ാം നൂറ്റാണ്ടോടുകൂടി ജനപ്രിയമായ ഈ ആഭരണം 17-18 നൂറ്റാണ്ടായപ്പോൾ കരയാമ്പൂ, ആണി, മുള്ള് എന്നിവ ഉപയോഗിച്ച് പല വൈവിധ്യമാർന്ന തരത്തിൽ ഉപയോഗിച്ചു തുടങ്ങി. ഇന്നത്തെ രീതിയിലുള്ള മൂക്കുത്തികൾ 20-ാം നൂറ്റാണ്ടോടു കൂടെയാണ് രൂപപ്പെട്ടത്. പഹാരികളും പഷ്തൂൺ വംശജരും മൂക്കിന് ഇരുവശത്ത് മൂക്കുത്തി ധരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ തമിഴ് വംശജരും ഇത്തരത്തിൽ ഇരുവശത്ത് മൂക്കുത്തി ധരിക്കുന്ന ശീലക്കാരാണ്. മരണശേഷം ഉദകക്രിയകൾക്ക് വേണ്ടിവരുന്ന ചെലവ് മൂക്കുത്തിൽ നിന്ന് ഈടാക്കാമെന്ന സാമ്പത്തിക വശവും മൂക്കുത്തി ധരിക്കുന്നതിന് പിറകിലുണ്ടെന്ന് കരുതുന്നു. മറ്റേത് ആഭരണങ്ങളെയും പോലെ മൂക്കുത്തി എളുപ്പം ഊരി മാറ്റാനാവില്ല എന്നതാണ് ഇതിന് പിന്നിലെ ആശയം. ദക്ഷിണേന്ത്യ, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ മൂക്കിന്റെ ഇരുവശങ്ങളിലും മൂക്കുത്തി ധരിക്കുന്ന നത്തോരി എന്ന രീതി കണ്ടുവരുന്നു. മഹാരാഷ്ട്രയിലെ സ്ത്രീകൾ മുഖത്തിന്റെ ഒരു വശം മുഴുവൻ മറയ്ക്കുന്ന തരത്തിലുള്ള വലിയ നത്തോരികൾ ഉപയോഗിക്കാറുണ്ട്. ബംഗാളി സ്ത്രീകൾ വിവാഹിതരാണെന്ന് അറിയിക്കാനുള്ള അടയാളമായി മൂക്കുത്തി ധരിക്കുന്നു. ഇന്ത്യയിലെ ചില ആദിവാസി ഗോത്രവർഗക്കാരിലെ സ്ത്രീകൾ ചെവിയിലും മൂക്കിലുമായി നിരവധി ആഭരണങ്ങൾ അണിയുന്നവരാണ്. തമിഴ്നാട്ടിൽ വളരെ പ്രശസ്തമായ 8 കല്ലുള്ള ത്രികോണാകൃതിയിലുള്ള മൂക്കുത്തിയാണ് ബേസരി. കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്ക് കുത്തുവാൻ അവകാശമുണ്ടായിരുന്നില്ല. ഇതിനെതിരെ നടന്ന സമരമാണ് മൂക്കുത്തി ലഹള എന്നും മൂക്കുത്തി സമരം എന്നുമൊക്കെ അറിയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് പന്തളത്താണ് സംഭവം. വിലക്ക് വകവയ്ക്കാതെ ഒരു യുവതി പന്തളം ചന്തയിൽ മൂക്കുത്തിയിട്ട് നടന്നു. ഇത് കണ്ട് ഇരിക്കപ്പുറത്ത് കേട്ട ഉയർന്ന സമുദായക്കാരായ ചിലർ അവരുടെ മൂക്കുത്തി വലിച്ചു പറിച്ച് ദൂരെ എറിഞ്ഞു. അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇത് കേട്ടറിഞ്ഞ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ധീരൻ പന്തളം ചന്തയിലെ സ്ത്രീകൾക്കായി 100 സ്വർണ്ണ മൂക്കുത്തികൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിട്ട് നടക്കാനും പറഞ്ഞു. അവരെ ആരും അപമാനിക്കാതിരിക്കാൻ ദിവസങ്ങളോളം പണിക്കർ പന്തളത്തു തങ്ങി. കുതിരപ്പുറത്ത് ആയുധങ്ങളുമേന്തി റോന്തു ചുറ്റുന്ന പണിക്കരുടെ മുന്നിലൂടെ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം സ്വർണ്ണ മൂക്കുത്തിയിട്ട് സുന്ദരികളായി നടന്നു. പിന്നീട് നാട്ടിലൊരിടത്തും ഒരു പെണ്ണും മൂക്കുമുറിഞ്ഞ് ചോരയൊലിപ്പിച്ചില്ല. ഒരു ലഹള കൊണ്ട് നേടിയെടുത്ത അവകാശമാണ് ഇന്ന് കേരളത്തിലെ മൂക്കുത്തി. പരശുരാമൻ പ്രതിഷ്ഠിച്ചെന്ന് പറയപ്പെടുന്ന കന്യാകുമാരി ദേവി വിഗ്രഹത്തിൽ മാണിക്യത്തിൽ തീർത്തൊരു മൂക്കുത്തിയുണ്ട്. മൂക്കുത്തിയുടെ തിളക്കം ദൂരെ നിന്ന് വരെ കാണാം.
മൂക്കുത്തിയുടെ തിളക്കം കണ്ട് ദീപസ്തംഭത്തിൽ നിന്നുള്ള പ്രകാശമാണെന്ന് തെറ്റിദ്ധരിച്ച് പണ്ട് കപ്പലുകൾ അടുപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നത്രേ. പക്ഷേ അവയിൽ പലതും കരയോട് ചേർന്നുള്ള പാറകളിൽ ഇടിച്ച് തകർന്നു. അങ്ങനെയാണ് കോവിലിന്റെ കിഴക്കേ കവാടം അടച്ചിടാൻ തീരുമാനിച്ചത്. ഇപ്പോൾ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക സ്നാനത്തിനു വേണ്ടി മാത്രമാണ് കിഴക്കേ കവാടം തുറക്കുക. ചിലർ മൂക്കുത്തിയെ ഭംഗിയായി കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇതിനെ താഴ്ന്ന നിലയിൽ കാണുന്നവരുമുണ്ട്. ഓരോ വിഭാഗങ്ങളിലും ഓരോ അർത്ഥങ്ങളാണ് മൂക്കുത്തിക്കുള്ളത്. ഉത്തരേന്ത്യയിലെ ചില വിഭാഗങ്ങളിൽ കല്യാണശേഷം അണിയുന്ന സിന്ദൂരം പോലെയാണ് മൂക്കുത്തിയും. മൂക്കുത്തിയുമായി ബന്ധപ്പെട്ട് രസകരമായ വേറെയും അനേകം കഥകളുണ്ട്.